എളുപ്പത്തിലൊരു ഹണ്ടി ബിരിയാണിയാണ് കേട്ടോ ഇന്ന്. ഓൾറെഡി ചോറൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡ്രൈ മസാലാസ് ഞാൻ ഇടുവാണ്. സിന്നമോൺ, പട്ട, അങ്ങനെയുള്ള കരയാമ്പൂ, ബേ ലീവ്സ്, പിന്നെ അതേപോലെ ഏലക്ക, ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ എടുത്ത് ഒന്ന് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഇതാകുമ്പോഴത്തേക്കും പച്ചമുളക്, അതേപോലെ മല്ലി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ആ മസാലകളൊക്കെ ചേർത്ത് എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും കേട്ടോ. അതിന് ശേഷം ഞാൻ ഓൾറെഡി സവാള ഞാൻ നന്നായിട്ട് വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും അതേപോലെ തക്കാളിയും ചേർത്തു. അതിൻ്റെ കൂടെ തന്നെ നല്ല പാലും, ഒരു ഗ്ലാസ് പാല് ഞാൻ ഉണ്ടാക്കുന്നത് അങ്ങനെ തന്നെ കേട്ടോ. അതിൻ്റെ ഫുൾ ബിരിയാണിയുടെ വീഡിയോ എൻ്റെ യൂട്യൂബിൽ കിടപ്പുണ്ട്. അതേപോലെ തന്നെ ഷാലോ ഫ്രൈ ചെയ്ത ഇത് വെജിറ്റബിൾസാണ് കേട്ടോ. ക്യാരറ്റ്, കോളിഫ്ലവർ, പിന്നെ അതേപോലെ ഇത് മഷ്റൂം ഒക്കെ. എന്നിട്ട് അതെല്ലാം കൂടി ചേർത്ത് ഇതിൽ നന്നായിട്ടെടുത്ത് വേവിച്ചു. ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുത്തു. എന്നിട്ട് അത് ബാക്കി കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് വേവിച്ച ചോറ് ആദ്യം നമ്മുടെ കലത്തിൽ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഈ എന്താ പറയുക മഷ്റൂം, അതേപോലെ തന്നെ വറുത്ത സവാള, പിന്നെ കുറച്ച് മുന്തിരി, അതേപോലെ മസാല, ഇതിൽ ഞാൻ പനീറും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മല്ലിയില, പുതിനയില വെച്ചിട്ട് ചെയ്തു. അങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് നന്നായിട്ട് അടച്ച് ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ചെറു തീയിൽ ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് ചെയ്തെടുത്താൽ നമ്മുടെ ഹണ്ടി ബിരിയാണി ഇവിടെ റെഡിയായി. നല്ല നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ ഓൾറെഡി യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. സെയിം മെത്തേഡ് തന്നെയായിട്ട്. പിന്നെ നമ്മൾ കലത്തിൽ വെച്ചു എന്ന് മാത്രം. പക്ഷേ അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ കലത്തിൽ വെക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഹണ്ടി ബിരിയാണി. അതേപോലെ നോൺ വെജിലും ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. വെജ് മാത്രമല്ലല്ലോ, നോൺ വെജും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത്തിരി സാഫ്രോണൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ നല്ലൊരു എന്താ പറയുക, എല്ലാം കൂടി നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഒരു വീക്കെൻഡ് കഴിഞ്ഞത്. അപ്പോൾ വെജിറ്റബിൾ ബിരിയാണി വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതൊരു പ്രത്യേക ഒരു ടേസ്റ്റാണല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ സലാഡും ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.